എന്തൊക്കെയാണ് നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്നത്? ഇത് ഏകാധിപത്യ രാജ്യമാണോ അതോ ജനാധിപത്യ രാജ്യമാണോ? സത്യം പറയാലോ, അധികാരവും കൂടെ എവറ്റകളുടെ കൈ കൊടുത്താൽ പിന്നെ നമ്മുടെ നാട് മുടിഞ്ഞു പോകും. നമ്മളത് വടക്കേന്ത്യയിൽ കാണുന്നുണ്ടല്ലോ. അപ്പൊ കേരളത്തിലും അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ സംഘിണികളും അതുപോലെ തന്നെ നമ്മുടെ സംഘിവാണങ്ങളും. പാലക്കാട് നമ്മുടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി പ്രചരണം നടത്തുന്ന സമയത്ത് അവിടുത്തെ ഒരു സംഘിണി കൗൺസിലർ സിന്ധു രാജൻ എന്നങ്ങാണ്ടാണ് ഈ വേട്ടാവളിയത്തിയുടെ പേര്. നമ്മുടെ രമേശ് പിഷാരടി പ്രചരണം നടത്തുന്ന സമയത്ത് തടഞ്ഞു. മാസ് ഡയലോഗ് ഇടുന്നത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും. കണ്ടില്ലെങ്കിൽ ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഒരു മിനിമം സംഖ്യയും ഒരു സംഘിണിയുടെയൊക്കെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ജനാധിപത്യ രാജ്യമായിട്ടുള്ള നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ ഒരു എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇത് ഏത് മറ്റിടത്തെ ന്യായമാണെന്ന് ആലോചിക്കുക. എന്നാലും ഇത് കേരളമാണ്. നമ്മൾ ഈ എടപ്പാളൊന്നും മറന്നു പോകരുത്. പക്ഷേ ഈ ഒരു ഇലക്ഷൻ ആയതുകൊണ്ട് പലരും സമീപനം പാലിച്ചാണ് ഇലക്ഷൻ പ്രചരണങ്ങൾ നടത്തുന്നത്. എന്താണെങ്കിലും നമ്മുടെ മഞ്ഞൾ ശോഭ ചേച്ചി 8 നിലയിൽ പാലക്കാട് പൊട്ടുമെന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഊത്തൽ പിടിച്ചിട്ടാണ് യവറ്റകൾ ഇമാതിരി പരിപാടിയായിട്ട് ഇറങ്ങിയത്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ രമേശ് പിഷാരടിയുടെ വീഡിയോകൾ, വാർത്തകൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്തൊക്കെ നല്ല രീതിയിൽ ഊത്തലെടുത്തിട്ടുണ്ട്. പിന്നെ കേരളത്തിൻ്റെ ഗർജിക്കുന്ന പെൺപുലി എന്നൊക്കെ ആണല്ലോ ഈ മഞ്ഞൾ ശോഭ ചേച്ചീനെ സംഘികളും സംഘിണികളും വിശേഷിപ്പിക്കുന്നത്. എവിടെ പോയി നിന്നാലും അത്യാവശ്യം വോട്ട് പിടിക്കാൻ അവർക്ക് കഴിവുണ്ട്. പക്ഷേ ഇത് പാലക്കാട് ജയിക്കാം എന്നുള്ളൊരു ധാരണയിൽ ഇവർ കൊണ്ടു നിർത്തി അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ചേച്ചി അടപടലം തെറ്റുന്ന പരിപാടിയാണ് ഇപ്പം പാലക്കാട്ടെ ജനങ്ങൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രസ്റ്റേഷനാണ് നമ്മൾ ഈ കാണുന്ന ഈ ചവിട്ട് നാടകം. എന്താണെങ്കിലും ഈ കേരളത്തിൽ നിൽക്കുന്ന സംഘി സ്ഥാനാർത്ഥികളെ നിങ്ങൾ എല്ലാവരും എടുത്തു വയ്ക്കണം. സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പരിപാടികളായിട്ട് കുറേ യൂട്യൂബർമാരെ പൊക്കിക്കൊണ്ട് വോട്ട് ചോദിക്കാൻ വേണ്ടി പോയിട്ട് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സത്യം പറയാണല്ലോ, ഇതെല്ലാം തിരക്കെല്ലാം കഴിഞ്ഞിട്ടാ നീയൊക്കെ ഒന്ന് പോയിരുന്നുണ്ട്. ഇതൊക്കെ കണ്ടാൽ നിനക്കൊക്കെ തന്നെ ചിരി വരും. അമ്മാതിരി കോമാളിത്തരമാണ് നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൽ ലവന്മാരെ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഇതിനെ ന്യായീകരിക്കുന്ന മഞ്ഞൾ ശോഭ ചേച്ചിയുടെ വീഡിയോ നിങ്ങൾ കാണാതെ പോകരുത്. ഇതുപോലുള്ള മരവാണങ്ങളെ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം ചുമന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് കരകയറാൻ നമുക്ക് പറ്റില്ല. കൊടുക്കേണ്ടത് കൃത്യമായിട്ട് അസ്ഥാനത്ത് അണ്ണാക്കി തന്നെ അടിച്ചു കൊടുക്കണം. അത് ഈ 9-ാം തീയതി വോട്ടായിട്ട് നിങ്ങൾ വിനിയോഗിക്കണമെന്നാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം. നമുക്ക് എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പര്യടനത്തിനിടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ BJP പ്രവർത്തകർ തടഞ്ഞു. BJP കൗൺസിലർ സിന്ധു രാജന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം BJP പ്രവർത്തകരാണ് സ്ഥാനാർത്ഥിയെ തടഞ്ഞുവെച്ചത്. ജനാധിപത്യ സംവിധാനത്തിനെതിരെയുള്ള നടപടിയെന്ന് രമേശ് പിഷാരടി പ്രതികരിച്ചു. കാണാം ആ ദൃശ്യങ്ങൾ. മണിക്കത്തൊക്കെ വാങ്ങി വെച്ച പോലെ ഞാൻ ആ ക്ഷേത്രത്തിലേക്ക് പോവാണ്. അവിടെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. ഞങ്ങളിങ്ങനെ നടന്നങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഇളം നീല ചുരിദാറിട്ടൊരു സ്ത്രീ മുന്നിലേക്ക് വന്നു. ഇവർ വരികയും വല്ലാതെ ഒച്ചയെടുക്കുകയും ഇതിൽ നിങ്ങൾ ആരെയും കയറ്റി വിടില്ല, കടത്താൻ പറ്റില്ല, നിങ്ങൾ ഇതിൽ വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കുന്നു. എന്ത് ചെയ്തിട്ടും ആ സ്ത്രീ നമ്മളെ അങ്ങോട്ട് പോകാനായിട്ട് സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉള്ളവരോട് പറഞ്ഞു, തൽക്കാലം ഇപ്പോൾ നമ്മൾ തിരിച്ച് ഒപ്പം നിന്ന് ഒച്ചയെടുക്കലല്ല വേണ്ടത്. തടയാൻ നിന്നാൽ ഇത് വലിയൊരു സംഘർഷത്തിലേക്ക് പോകും. പക്ഷെ ഞാൻ അതിനെ അവരുടെ ഒരു വലിയ ധൈര്യമായിട്ട് കാണുന്നില്ല. അവരുടെ ഒരു സങ്കുചിതമായ മനസ്സായിട്ടോ അറിവില്ലായ്മയായിട്ടോ തൽക്കാലം കാണാനായിട്ട് ഉദ്ദേശിക്കുന്നു. രണ്ടായാലും വലിയ മാനസിക വിഷമം ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ് നടന്നത്. ഇക്ബാൽ അടക്കൽ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം പാലക്കാട് നിന്ന് ചേരുകയാണ്. ഇക്ബാൽ, ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആയിക്കോട്ടെ അത് എവിടെയും പോയി വോട്ട് ചോദിക്കാനുള്ള അവകാശം ആ വ്യക്തിക്കുണ്ട്. ഇതിപ്പോൾ പിഷാരടി സൂചിപ്പിച്ചതുപോലെ തന്നെ ജനാധിപത്യ നടപടിക്കെതിരെയുള്ള ഒരു കടന്നു കയറ്റം തന്നെയായി ഇതിനെ കാണേണ്ടേ? എന്താണ് അവിടെ നടന്നത് ഇക്ബാൽ? പാലക്കാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള രമേശ് പിഷാരടി ഈ പാലക്കാട് മണ്ഡലത്തിലെ സൗത്ത് മേഖലയിൽ തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തുകയായിരുന്നു. ഇതിനിടയിലാണ്
വടക്കന്തറ മേഖലയിൽ വെച്ച് പിഷാരടെ ഒരു സംഘം ആളുകൾ തടഞ്ഞത് BJP കൗൺസിലറായിട്ടുള്ള സിന്ധു രാജന്റെ നേതൃത്വത്തിലാണ് പിഷാരടെ തടഞ്ഞത് എന്നുള്ളതാണ് കോൺഗ്രസ് ആരോപിക്കുകയും ചെയ്യുന്നത്. വോട്ടർമാരെ കാണാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാണ് തടഞ്ഞു വെച്ചത്, കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് പിഷാരടെ തടഞ്ഞു വെച്ചതെന്നുള്ളതാണ് UDF ആരോപിക്കുകയും ചെയ്തത്. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ BJP പറയുന്നത് കോൺഗ്രസിന്റെയും രമേശ് പിഷാരടെയും സ്ത്രീവിരുദ്ധ പരാമർശങ്ങളിലും നടപടികളിലും പ്രതിഷേധിച്ചാണ് സ്ഥാനാർത്ഥിയെ തടഞ്ഞെന്നാണ് അവരുടെ ഒരു വിശദീകരണമായി പറഞ്ഞത്. ഇനി നമ്മുടെ മഞ്ഞൾ ശോഭ ചേച്ചി ഇതിന് കൊടുക്കുന്ന ഒരു ഗുണവതാരം കൂടെ ഒന്ന് കേൾക്കണ്ടേ? മഞ്ഞൾ പറയുന്ന കേട്ടോളൂ. നോക്കൂ, ഇന്ന് രാവിലെ മാധ്യമ പ്രവർത്തകർ, അതായത് ഇന്ന് നടന്ന വളരെ കേരളം ഞെട്ടലോടുകൂടി ചർച്ച ചെയ്ത ഒരു പീഡന കേസുമായി ബന്ധപ്പെട്ട് നടന്ന അറസ്റ്റിനെ തുടർന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ച ഒരു ചോദ്യത്തിന് UDFന്റെ സ്ഥാനാർത്ഥി പറഞ്ഞ മറുപടി എന്തായിരുന്നു? UDFന്റെ സ്ഥാനാർത്ഥി പറഞ്ഞത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് ബലാത്സംഗം എന്നാണ്. അതിനർത്ഥം ഒരു വ്യക്തിക്ക് സൗകര്യം പോലെ തോന്നുന്നത് പോലെ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു പെൺകുട്ടിയെ എവിടെ വെച്ചും പീഡിപ്പിക്കാം, എവിടെ വെച്ചും ബലാത്സംഗം ചെയ്യാം. ഇത്ര നെറികെട്ട രീതിയിൽ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തെ അപമാനിക്കുന്ന രീതിയിൽ, ഇവിടുത്തെ പെൺകുട്ടികളുടെ അമ്മമാരുടെ സ്വത്വബോധത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് പ്രതികരിച്ചിട്ടുണ്ടോ? ആ പ്രതികരണത്തെ തുടർന്ന് അമ്മമാരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രതിഷേധം ഉണ്ടാകും. എന്താ ചെയ്യേണ്ടത്? അടിയന്തരമായി പ്രക്ഷോഭം എന്ന് പറയുന്ന പെണ്ണുപിടിയനെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടയ്ക്കണം എന്ന് പറയേണ്ട UDF സ്ഥാനാർത്ഥി കമാന്നൊരക്ഷരം ഈ നിമിഷം വരെ വേണ്ടിയിട്ടില്ല. UDFന്റെ സ്ഥാനാർത്ഥിയോട് കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള കുപ്രസിദ്ധമായിട്ടുള്ള സ്ത്രീ പീഡന കേസുകളിൽ ദിവസങ്ങളോളം അവർക്ക് വേണ്ടി യാതന അനുഭവിച്ച് നിരവധി സമര പോരാട്ടങ്ങളുടെ മുന്നിൽ നിന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്, ഇനിയും സമയം വൈകിട്ടില്ല. നിങ്ങൾ മാപ്പ് പറയാൻ തയ്യാറാവണം. കേരളത്തിന്റെ സ്ത്രീ സമൂഹത്തിന്റെ മുന്നിൽ സ്ത്രീകളെ വിൽപ്പനച്ചരക്കാക്കുന്ന, അവരുടെ മാംസത്തിന് വില പറയുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് താങ്കൾ പുറത്തിറക്കിയിട്ടുള്ളത്. ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറയുന്നതാണ് UDFന്റെ സ്ഥാനാർത്ഥിക്ക് നല്ലത് എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. മറ്റൊന്ന്, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് നീചമായ രീതിയിൽ, നികൃഷ്ടമായ രീതിയിലാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇവരുടെ കൂട്ടാളി ഇട്ടിട്ടുള്ളത്. ഫെനി പേര് ഞാനിപ്പോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു, ഫെനി നൈനാൻ. ഈ ഫെനി നൈനാനൊക്കെ ഇതിന് മാത്രം ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് ആരാണ് ഒത്താശ ചെയ്തു കൊടുക്കുന്നത്? ആരാണ് ഇവിടുത്തെ രാഹുൽ മാങ്കൂട്ടം? ആരാണ് ഇവിടുത്തെ UDFന്റെ സ്ഥാനാർത്ഥി? ആരാണ് ഇവിടുത്തെ ആശാൻ ഷാഫി പറമ്പിൽ? ഇവർക്ക് ആരാണ് ഇവിടെ കേരളത്തിലെ പെൺകുട്ടികളുടെ ശരീരത്തിൽ കൈവയ്ക്കാൻ സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുള്ളത്? എന്തിനാണ് കേരളത്തിലെ പോലീസ്, എന്തിനാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഇത്തരം ഒരു സാഹചര്യം കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടായിട്ട് ഒരു പെൺകുട്ടിയെ നികൃഷ്ടമായി പീഡിപ്പിച്ചിട്ട് അത് ഞാൻ വേദനിക്കുന്നുവെന്ന് ഒരു വാക്ക് പോലും പറയാൻ തയ്യാറാകാതെ ഇപ്പൊ എന്താ പറയുന്നത്? അമ്മമാർ പ്രതിഷേധിച്ചു. അമ്മമാരുടെ പ്രതിഷേധം ഇല്ലാതിരിക്കാൻ ചെയ്യേണ്ടത് എന്താണ്? കേരളത്തിനൊരു സംസ്കാരമുണ്ട്. കേരളത്തിൽ നക്സലൈറ്റ് അജിതയാണെങ്കിലും, കേരളത്തിൽ മരിച്ചു പോയിട്ടുള്ള സുഗതകുമാരി ടീച്ചറാണെങ്കിലും, കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഗൗരിയമ്മയാണെങ്കിലും, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതൊരു പൊതുപ്രവർത്തകരും കേരളം ചർച്ച ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ പീഡന വിഷയമുണ്ടെങ്കിൽ ആ ഇരയോടൊപ്പം നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മാപ്പല്ല ചേച്ചി, കോപ്പ് പറയും. ചേച്ചി, ഈ കഴിഞ്ഞ 3-4 മാസങ്ങൾക്ക് മുമ്പേ ഈ സംഖ്യവോളികളും സംഖ്യവാണങ്ങളുടെയും കുറെ വാർത്തകൾ വന്നായിരുന്നു. ഒരു 20 വയസ്സുള്ള ഒരു യുവാവിനെ ശാഖയിലിട്ട് പീഡിപ്പിച്ചത് ചേച്ചി അറിഞ്ഞ? മനം നൊന്ത് ആ പയ്യൻ കുറിപ്പ് എഴുതി വെച്ചിട്ട് മരിച്ചത് ചേച്ചി അറിഞ്ഞായിരുന്നു? തിരുവനന്തപുരത്ത് നിങ്ങളുടെ ഒരു കൗൺസിലറായിട്ടുള്ള ആള് നിങ്ങളുടെ പാർട്ടിയിലുള്ള ആൾക്കാരുടെ പീഡനം സഹിക്ക വയ്യാതെ വന്നപ്പോൾ ആത്മഹത്യ ചെയ്ത് നിങ്ങൾ അറിഞ്ഞോ? സീറ്റ് കൊടുക്കാന്നും പറഞ്ഞ് ഒരു RSSകാരൻ ജീവനൊടുക്കി നിങ്ങൾ അറിഞ്ഞോ? ഇനി ഇതെല്ലാം അങ്ങോട്ട് പൊക്കോട്ടെ ചേച്ചി. ഒരു പരമ നായിൻ്റെ മോൻ സാറെന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ ഒരു സ്കൂളിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ആ ചെറ്റ പരോളിനിറങ്ങിയപ്പോഴത്തേക്ക് നിന്റെ വർഗത്തിൽപ്പെട്ടവരെല്ലാവരും അവനെ താങ്ങിക്കൊണ്ട് നടന്നത് നമ്മൾ കണ്ടതാ. വടക്കേ ഇന്ത്യയിൽ പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ട് ജയിലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പൂവും പൂമാലയും ഇട്ട് സ്വീകരിക്കുന്ന നിന്നെപ്പോലുള്ള രണ്ടാംകട രാഷ്ട്രീയക്കാരുണ്ടല്ലോ, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ കുറ്റിച്ചൂലിനകത്ത് ചാണകം മുക്കിയിട്ട് ദേവറ്റകളൊക്കെ അടിക്കും, ഇവരെയൊക്കെ അടിച്ചോടിക്കണം. ഇതാണ് ഈ രണ്ടാംകട രാഷ്ട്രീയം എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി കോര സംസാരിക്കുന്ന, ഇത്രയധികം സ്ത്രീകളോട് പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ? ചേച്ചിയുടെ ഗുണവതാരമൊക്കെ കൊള്ളാം. ആ സംഗണി ചേച്ചി ഉണ്ടല്ലോ, രമേശ് പിഷാരടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കുരച്ചപ്പോഴത്തേക്ക് അവിടെ കൂടിയ ആളുകൾ പറഞ്ഞത് നിന്റെ വീട്ടിലേക്കല്ല അവർ വന്നത്, ഞങ്ങളുടെ വീട്ടിലേക്കാണെന്ന്. ഈ രാജ്യം ജനാധിപത്യ രാജ്യമാണ്. ഈ രാജ്യത്ത് ഏത് പാർട്ടിക്കാരനും ഏത് സ്ഥാനാർത്ഥിക്കും എപ്പോഴും എവിടെ വേണമെങ്കിലും കയറി ചെല്ലാൻ. ചേച്ചി, നിങ്ങളും കയറി ചെല്ലുന്നുണ്ടല്ലോ. നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഓരോ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ ഇടുന്നുണ്ടല്ലോ. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ട് പൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കാട്ടാ. എന്തായാലും 9-ാം തീയതി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രിയ വോട്ടർമാരെ, നിങ്ങൾ ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായി നിൽക്കുന്ന
നല്ല മനുഷ്യരെ സ്നേഹിക്കുന്ന നല്ല കാൻഡിഡേറ്റുകളുണ്ട് കേട്ടോ. അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. ഇവരൊക്കെ ജയിച്ചു പോയി കഴിഞ്ഞാൽ ഇപ്പം കാണുന്നതൊന്നും അല്ല, ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്നും കൂടെ എൻ്റെ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ മനസ്സിലാക്കുക. അടുത്തൊരു വീഡിയോ കാണാം.